സ്വകാര്യ ധനകാര്യ സ്ഥാപനം വായ്പ തരാമെന്ന് പറഞ്ഞ സ്ത്രീകളിൽ നിന്ന് പണം തട്ടിയതായി പരാതി. നെന്മാറമുക്കിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ധനലക്ഷ്മി നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പറളി മങ്കര സ്വദേശികളായ വനിതകളെ കബളിപ്പിച്ചത്. മങ്കര സ്വദേശികളായ അനിത, വിനീത, സ്വപ്ന എന്നിവരാണ് കബളിപ്പിക്കപ്പെട്ടത്. അനിതയുടെ പേരിൽ നേരത്തെ ഗ്രൂപ്പ് ലോൺ എടുത്തിരുന്നു അത്രേ. അതിലെ പലിശ ഇനത്തിൽ 9,500 രൂപ വീതം 30,000-ഓളം രൂപ 3 പേരിൽ നിന്നും വായ്പ ലഭിക്കാനായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. 3 ലക്ഷം രൂപയാണ് വായ്പ നൽകാമെന്നേറ്റത്. ഒടുവിൽ വായ്പയും അടച്ച പണവും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിക്കാൻ വരികയാണെന്ന് സ്ത്രീകൾ പറയുന്നു. എന്റെ തന്നിട്ടില്ലല്ലോ, അത് തിരിച്ചു തരണം, ആവശ്യമുണ്ട്. തിരിച്ചു തരണം. ഹലോ, തിരിച്ചു തരണം. ഇവിടെ അനിത എന്ന് പറയുന്ന അവരെ കൊണ്ട് ലോൺ തരാൻ വേണ്ടിയിട്ട് മുഹമ്മദ് സലീൽ എന്ന് പറയുന്ന ഒരു പയ്യൻ വിളിച്ചിരുന്നു. കുറേ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു, വേറെ ആരെങ്കിലും കൂടി ഇല്ലെങ്കിൽ കൂട്ടിക്കോളൂ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു. നോക്കുമ്പോൾ 2026 മാർച്ച് 11 സംഭവം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് മങ്കര എന്നാണ് ഞങ്ങളുടെ വീട് മങ്കരയാണ്, റോഡ് മങ്കര, പാലക്കാട്. ഞങ്ങൾ അവിടെ നിന്ന് വന്നു, ഓട്ടോയിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ കൊടുത്തു, ലോണിന് അപേക്ഷിച്ചു, ആധാർ കാർഡ്, പ്രൂഫുകൾ അതൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് പറയുന്നത് ഈ അനിത എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള വേറെ ആൾ മുൻപ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് അടയ്ക്കാനുണ്ടായിരുന്നു, 36,150 രൂപ. അത് ഞങ്ങളെ കൊണ്ട് നിങ്ങളും അടയ്ക്കണം എന്ന് പറഞ്ഞ് ആ മുഹമ്മദ് സിയാൽ പറഞ്ഞൊരു പയ്യൻ ഞങ്ങളെ നിർബന്ധിച്ച്, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറേ പേരിൽ നിന്ന് കടമൊക്കെ വാങ്ങിച്ച് നിർബന്ധിച്ചാണ് ഞങ്ങളോട് വാങ്ങിച്ചത്. ഇതിന് ഞങ്ങൾ 4 പേര് നിങ്ങൾക്കും ലോണ് തരാം, 3 ലക്ഷം രൂപ വരെ ലോണ് തരാം, 30,000 രൂപ പലിശയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മോൾക്കൊരു അഡ്മിഷന് വേണ്ടി വഴിയില്ലാതിരിക്കുന്ന സമയത്ത് ലോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബാങ്കിലൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് പറയുമല്ലോ, നിങ്ങൾക്ക് വേഗം തരാം എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിന് ഇത്രയും ദൂരത്ത് വന്ന് ഈ ഒരു ഇതിന് മുതിർന്നത്. ഇത്രയും ഒരു നല്ലൊരു ഫൈനാൻസ് ഇങ്ങനെ പറ്റുന്നത് അറിയില്ലായിരുന്നു. പിന്നെ ഓരോ ദിവസം വിളിക്കുമ്പോഴും നാളെ കയറും മറ്റന്നാൾ കയറും അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾക്ക് നിർബന്ധമായും കയറുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനി 26-ാം തീയതിയെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് എന്താണ് അത് പൈസ വരുന്ന മുറയ്ക്കേ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല പറഞ്ഞു. പിന്നെ ആ പയ്യൻ സ്വപ്നേനെ തല്ലാനൊക്കെ പോയി ഭയങ്കര വാക്കേറ്റമായി. ഞങ്ങൾ അധികം ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ ഞങ്ങളുടെ പാവങ്ങളുടെ ഇവരുടെ അടുത്ത് ശരി, ഇവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ആരോ അടയ്ക്കാത്തതിന് ഇവരോട് വാങ്ങിച്ചു, പക്ഷെ ഞങ്ങളോട് എന്തിനാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ച് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുക്കണം. കാരണം ഞങ്ങൾ പെട്ടു. ഇനി ഒരു നിരപരാധികളിൽ പെടാൻ പാടില്ല. അവൻ സംസാരിക്കുന്നതിന് അവൻ ഭയങ്കര വയലൻ്റായിട്ട് അവൻ എണീറ്റു, അവൻ തല്ലാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാനും ഷൗട്ട് ചെയ്തു, കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായി ഷൗട്ട് ചെയ്യുമല്ലോ. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ വിദ്യാഭ്യാസ ലോണിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മോളുടെ പ്രൂഫ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെ തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ തിരിച്ചു തന്നില്ല. അവൻ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവൻ നശിപ്പിച്ച് കളഞ്ഞു. അത് എന്താണ് എഴുതിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾക്ക് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ വായിക്കാൻ സമ്മതിച്ചില്ല. അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കത്തിക്കടാന്ന് വേറൊരു സ്റ്റാഫ് അവിടെ നിന്ന് പറഞ്ഞു. അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും മോശമായി പെരുമാറി ഞങ്ങളോട്. ഇത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇല്ലാത്ത ആളുകളാണ്. ഞങ്ങൾ ശരിക്കും അവൻ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ പറയുന്നത് കിട്ടുന്ന വഴി നോക്കിക്കോ, എവിടെ വെച്ചാൽ പോയി മീഡിയനെ വിളിക്കുക, സ്റ്റേഷനിൽ കൊടുക്കുക, എവിടെ വെച്ചാൽ കൊടുക്കുന്ന പറയുന്നത്. ഞങ്ങൾ പെട്ട പോലെ ഇനി വേറൊരാൾ പെടരുത്. അതിന് എന്താണെങ്കിലും എന്ത് നടപടി വേണമെങ്കിലും നിങ്ങൾ ചെയ്യാൻ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.